നമസ്കാരം, എൻ്റെ പേര് ചാറ്റിൻ ദേവ്. എൻ്റെ സ്ഥലം കോടപ്പല്ലയാണ്. ഈ കഴിഞ്ഞ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ കോഴ്സിൽ എനിക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. സർക്കാർ ജോലി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലോട്ട് എത്താൻ കഴിഞ്ഞ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ 2021 PSC സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ ഹെവിയുടെ ലൈസൻസും എടുക്കുന്നത്. മെയിനായിട്ട് അമ്മയാണ് ഇതിൻ്റെ പുറകിൽ എന്നെ PSC പഠിപ്പിക്കാനായിട്ട് മെയിനായിട്ട് നോക്കിയത്. ഞാൻ പുറത്തോട്ട് വെളി രാജ്യങ്ങളിൽ പോകാതിരുന്നൊരു വ്യക്തിയായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ മെയിനായിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമായിരുന്നു ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് തുടങ്ങിയത് എൻട്രിയുടെ ക്ലാസ്സുകൾ വഴിയാണ്. ബേസിക് ആയിട്ടുള്ള PSCകളൊക്കെ PSC പഠിച്ചത്. അത് നോട്ട്സൊക്കെ ആണെങ്കിലും വീഡിയോ ക്ലാസ്സൊക്കെ ആണെങ്കിലും എൻട്രിയാണ് യൂസ് ചെയ്തത്. പിന്നെയാണ് ഞാൻ പ്രദീപ് സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ കയറി ജോയിൻ ചെയ്തത്. പ്രദീപ് സാറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് സാറിൻ്റെ മോട്ടിവേഷനും സാർ പഠിപ്പിച്ചതെല്ലാമാണ് എനിക്ക് ഈ റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. പിന്നെ എൻട്രിയുടെ ഡ്രൈവർ കാറ്റഗറി കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തു. 6 മാസത്തെ കോഴ്സായിരുന്നു. അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അതിൽ ആദർശ് എഞ്ചക്കാട് എന്നുള്ള സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ ക്ലാസ്സുകൾ മെയിനായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അതിനുള്ള 36 വീഡിയോസ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് എനിക്ക് ടെക്നിക്കൽ ഭാഗങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ടോട്ടൽ എനിക്ക് 72 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ബാക്കി 30 മാർക്ക് ഡ്രൈവിങ്ങിലൂടെയും എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. തുടക്കം എനിക്ക് PSC കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 10 വരെ CBSE ആണ് പഠിച്ചിരുന്നത്. അപ്പം എനിക്ക് കുറച്ച് മലയാള പദങ്ങളൊക്കെ എനിക്ക് പാടായിരുന്നു മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് തുടങ്ങിയപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത്. പിന്നെ പതിയെ സാറിൻ്റെ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും സാറിൻ്റെ നോട്ട്സും എൻട്രിയുടെ ക്ലാസ്സുകളും ഒക്കെയാണ് എന്നെ സഹായിച്ചത്. പിന്നെ അമ്മ, അച്ഛൻ, ചേട്ടൻ എല്ലാവരുടെ ഒരു പ്രചോദനം കൊണ്ടാണ് എനിക്ക് ഈ നിലനിർത്താൻ കഴിഞ്ഞത്. അവരുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും കൂടെ ഉണ്ട്. മെയിനായിട്ട് ഞാൻ കുറേ റിവൈസ് ചെയ്യുമായിരുന്നു. പഠിച്ച ടോപ്പിക്ക് തന്നെ വീണ്ടും റിവിഷനിലൂടെയാണ് എനിക്ക് കുറേയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. പിന്നെ എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ള വ്യക്തിയാണ്. മോക്ക് ടെസ്റ്റ് എഴുതുകയും ചെയ്യും. അതിൻ്റെ കൂടെ തെറ്റിയതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുമുണ്ട്. അത് തെറ്റിയത് നോട്ട് ചെയ്ത് വെച്ചത് അത് പിന്നെ ഞാൻ എടുത്ത് പിന്നെ വീണ്ടും റിവൈസ് ചെയ്യും. റിവിഷനാണ് മെയിനായിട്ട് എനിക്ക് ഒരു ഇത്രയും റാങ്ക് മേടിക്കാനുള്ള ഒരു മുന്നോടിയായിരുന്നു. ചാറ്റിൻ ദേവിൻ്റെ അമ്മയാണ്. ഞാനിപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യുകയാണ്. 22 വർഷമായിട്ട് ഞാൻ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മക്കളെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ PSC പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രോത്സാഹിപ്പിച്ചത്. അവർക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു 2 പേർക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, പുറം രാജ്യങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ ഒരു PSC ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജോലി അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും തിരിച്ചു വരികയോ അല്ലെങ്കിൽ പുറത്ത് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ ഇതായിട്ട് എടുക്ക്. PSC പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ കൂട്ടുകാർ പിള്ളേർ ഹയർ സ്റ്റഡീസ് ചെയ്യുമായിരുന്നു. ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഈ ഭയങ്കര വിഷമങ്ങളായിരുന്നു. ഹയർ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഹയർ സ്റ്റഡി വീണ്ടും നമുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. കോഴ്സുകളാകുമ്പോൾ നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഴുതാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ചാൻസ് കിട്ടണമെന്നില്ല. ഒരു 2-3 വർഷങ്ങളോളം നമ്മളിത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ PSC അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എക്സാം പാസ്സായി നല്ല ഹയർ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ 2 പേരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് A to Z കാര്യങ്ങൾ ഞാൻ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കോഴ്സിനകത്തായാലും മറ്റുള്ള ജോലികളായാലും അതെങ്ങനെ ചെയ്യാം, അതിനകത്ത് ഹയർ ഉദ്യോഗം എങ്ങനെ കിട്ടും, അതെല്ലാം ഞാൻ ഇവർക്ക് പറഞ്ഞ് ഓരോന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോലീസിൽ തന്നെ ഡ്രൈവർമാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിനാണെങ്കിലും പിന്നെ ഹെവി ലൈസൻസിൻ്റെ ആവശ്യം. അപ്പോൾ ഇവർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞ് ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ അവരെ കൊണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തു. അവരതെല്ലാം പാസ്സാവുകയും ചെയ്തിരുന്നു. അപ്പം പറഞ്ഞു, ഇതും നിങ്ങൾക്ക് ഇതിനോട് ഒപ്പം എഴുതാൻ പറ്റുന്നൊരു സംഭവങ്ങളാണ്. അപ്പോൾ അവർ അതിനകത്ത് മൂത്ത ആള് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് സംഭവങ്ങളായതുകൊണ്ട് അവൻ അധികം PSC നോക്കിയില്ല. പക്ഷെ ഇവൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് അതിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രദീപ് സാറിൻ്റെ ക്ലാസ് ആയാലും
എൻട്രിയുടെ ക്ലാസ് ആയാലും മോക്ക് ഡ്രില്ലുകൾ ചെയ്തും സർവ്വസമയവും അതിൽ അർപ്പിതമായിട്ട് തന്നെ അർപ്പണബോധത്തോടു കൂടി തന്നെ ഇരുന്ന് പഠിച്ചതിൻ്റെ ഒരു ഇതാണ് അവൻ്റെ വ്യക്തി. ദീപ് സാറിനെ ഞാൻ എനിക്ക് ജോലി ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ സാറിൻ്റെ ഒരുപാട് ക്ലാസ്സുകളിൽ പിള്ളേർ പഠിച്ച് നല്ല ജോലി കിട്ടുന്നതായിട്ട് എനിക്ക് നല്ല അറിവുണ്ട്. അതിന് ഇവർക്കും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ ഇവരെ അതിനകത്ത് ഉൾപ്പെടുത്തിച്ച് പിന്നെ തുടർന്ന് അതിൻ്റെ കൂടെ എൻട്രിയുടെ സംഭവങ്ങൾ എൻട്രി ആപ്പ് വഴി ഇവന് ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പഠിക്കുമായിരുന്നു. ഒരുപാട് എന്താ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതൊക്കെ ഇവന് വിജയത്തിലെത്തിക്കാൻ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്ന എക്സൈസ് ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. അതിൽ കട്ട് ഓഫ് ഏരിയയിൽ പറ്റി ഷോർട്ട് ലിസ്റ്റ് വന്നപ്പം ഞാൻ ഡ്രൈവിങ്ങിനൊക്കെ പോയായിരുന്നു. ഡ്രൈവിങ്ങിനൊക്കെ പോയി കൈയൊക്കെ തെളിയിച്ച് കൊണ്ടുവന്നു. പക്ഷേ ലൈസൻസിന് 3 വർഷത്തെ വാലിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് എനിക്ക് ടെസ്റ്റ് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം പങ്കെടുക്കാനുള്ള PSC അറ്റൻഡ് ചെയ്ത് രാവിലെ അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്നെ തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് 1 വർഷം ലൈസൻസ് കിട്ടിയിട്ട് 1 വർഷമേ ആയുള്ളൂ, ഭയങ്കര ഗ്ലൂമി ആയി, അതിനുശേഷം കുറേ നാളത്തേക്ക് പഠിക്കത്തില്ലായിരുന്നു. ഞാൻ പിന്നെയും പറഞ്ഞു കുഴപ്പമില്ല, ഇനി നിനക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി ആയിരിക്കും അത്, സാരമില്ല പഠിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് പിന്നെ ഒന്നും നോക്കത്തില്ലായിരുന്നു. കാര്യം 35-ൽ ഒരാളായിരുന്നു, എക്സൈസ് ഡ്രൈവറിൽ 35-ൽ ഒരാളായിരുന്നു ഇവർ. പിന്നെയും വീണ്ടും പഠിച്ചു തുടങ്ങി. എൻട്രിയുടെ ഒരുപാട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് മലയാളം കുറച്ച് ബാക്കായിരുന്നു. അതെല്ലാം എൻട്രിയിൽ സാർമാർ കുറേ സഹായിച്ചായിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി റാങ്ക് ലിസ്റ്റ് വരുന്നത് പോലീസ് KP2 തൃശ്ശൂരിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് 266 റാങ്കായിരുന്നു. അതിൻ്റെ അഡ്വൈസ് ഇപ്പോൾ കൈ കിട്ടി. നിലവിൽ ഇപ്പോൾ ജോലി പ്രവേശിക്കാനായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ നിലവിൽ വന്ന പുതിയ പോലീസിൻ്റെ ലിസ്റ്റിലുമുണ്ട്. പത്തനംതിട്ടയിലാണ്. അത് 40 റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അപ്പം തുടക്കത്തിൽ എക്സൈസ് ഡ്രൈവർ എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും പിന്നെ എനിക്കൊരു ഡ്രൈവിംഗ് പോസ്റ്റും, കാരണം എനിക്ക് വണ്ടിയോട് നല്ല പ്രിയമാണ്. അപ്പം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഈ ഫയർ എഞ്ചിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ നോക്കാറുണ്ട്. ഇത് പിന്നെ ഓഫീസേഴ്സ് ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അവരെയൊക്കെ കാണുമ്പോൾ, ഇങ്ങനെ പോകുന്ന കാണുന്നത്, സഹകരണമൊക്കെ പോകുന്ന കാണുന്നത്. അപ്പം അതേപോലെയൊക്കെ പോകണമെന്നൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് കേരള ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങളും അതിലൊരു വീഡിയോ ഉണ്ട്. ഒരു ഫയർ എഞ്ചിൻ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടെ ഒഴുക്കുള്ള ഒരു പുഴയുടെ പാലത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കിത് പ്രചോദനമായിരുന്നു. എനിക്ക് അതേപോലെയൊക്കെ അത് ചെയ്യാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങളും ഒക്കെ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ജോലിക്കപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന രീതിയിലും കൂടെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സഹായിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ദുരിതപ്പെട്ടവരും ഒക്കെ ആണെങ്കിൽ അവരെ ഓടിക്കുന്ന ആദ്യം ഫസ്റ്റ് റെസ്പോൺസ് എന്ന രീതിയിൽ അതിനെ വണ്ടി ഓടിച്ച് പെട്ടെന്ന് രക്ഷിക്കാനും ഒക്കെ ഒരു മോട്ടിവേഷനായിരുന്നു. പിന്നെ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ് എന്നെ ഈ ഫസ്റ്റ് റാങ്കിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞത്. നിലവിൽ വരാൻ പോകുന്ന പോലീസ് ഡ്രൈവറിൻ്റെ ലിസ്റ്റിലും ഉണ്ട്. മെയിനായിട്ട് ഡ്രൈവർ പരീക്ഷകളിൽ ശ്രദ്ധിക്കേണ്ടത് GK, ടെക്നിക്കലായിട്ടുള്ള ഡ്രൈവിംഗ് ടോപ്പിക്സ്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്. ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ആണെങ്കിൽ ഫയറിൻ്റെ ടോപ്പിക്കാണ്. എക്സൈസ് ഡ്രൈവർ വരുമ്പോൾ എക്സൈസിൻ്റെ ടോപ്പിക്ക് വരും. APO ആണെങ്കിൽ APO പ്രിസൻ്റെ ടോപ്പിക്ക് വരും. പിന്നെ ഡ്രൈവിംഗ് ടോപ്പിക്കും ഉണ്ട്. ഡ്രൈവിംഗ് ടോപ്പിക്ക് ഏകദേശം 30 മാർക്കിനായിരിക്കും നമുക്ക് നടത്തുന്നത്. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കും, ബാക്കി GK 50 മാർക്കിനുമാണ് നമുക്ക് നടത്തുന്നത്. GKക്കകത്ത് മെയിനായിട്ട് ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഉൾപ്പെടുന്ന ഡ്രൈവർ എക്സാംസ് നോക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടോപ്പിക്ക് ആവശ്യത്തിന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും MV ആക്റ്റും നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട്, MV ആക്ട്, അതിൻ്റെ സെക്ഷൻസൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ
സെക്ഷൻസ് മാത്രം പോരാ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ചോദിക്കും. നമ്മൾ സിഗ്നൽസ് ഒക്കെ ചോദിക്കാറുണ്ട്, സൈൻ ബോർഡ് സിഗ്നൽസ് അതൊക്കെ ചോദിക്കാറുണ്ട്. ഈ വരുന്ന ജൂലൈയിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പിന്നെ APUവിൻ്റെ ഡ്രൈവറുടെ എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുകളും ഒക്കെ ക്ലിയർ ചെയ്യുക, ഡ്രൈവിംഗ് ടോപ്പിക്കുകളും ക്ലിയർ ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക, നല്ലോണം റിവൈസ് ചെയ്യുക. റിവിഷനാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. റിവൈസ് ചെയ്ത് തെറ്റിയതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം നല്ലത് നോക്കി വയ്ക്കുക. പൊതുവെയുള്ള കോഴ്സ് എക്സാം അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസിനെ പോലെ അല്ല ഡ്രൈവിംഗ് എക്സാം. കുറച്ചുകൂടെ നമുക്ക് കോമ്പറ്റീഷൻ ഫ്രീ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പം നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് ഹെവി ഉള്ളവന് മാത്രമേ ഇതിനകത്ത് മെയിനായിട്ട് മത്സരിക്കുന്നുള്ളൂ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ. ഈ വരുന്ന ഡ്രൈവിംഗ് എക്സാംസുകൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും എന്നെ പോലെ നല്ല റാങ്കിൽ കരസ്ഥമാക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.